1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് സ്വാതന്ത്ര്യം എന്തെന്നറിയാത്ത ഇന്ത്യയിലെ ഒരു ജനത കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് 14 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ ജനത സ്വാതന്ത്ര്യം എന്തെന്നറിയുന്നത്. 1947 ശേഷം 14 വർഷവും ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനമായ ഗോവയും ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദമാനും ദിയുവും സ്വതന്ത്രമാകുന്നത് 1961 മാത്രമാണ്. രാജ്യമൊട്ടാകെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഡിസംബർ 19 സ്വതന്ത്ര ദിനമായി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ എന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം എങ്ങനെയാണ് ഗോവ സ്വതന്ത്രമായത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് 1600 കാലഘട്ടങ്ങളിലാണ്. എന്നാൽ അതിനു മുൻപ് ഏകദേശം 1510 മുതൽ തന്നെ ഗോവ പോർച്ചുഗീസുകാരുടെ ഒരു കോളനിയായിരുന്നു. അതിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണം 1600 തുടങ്ങുകയും 1954 അവസാനിക്കുകയും എന്നാൽ പോർച്ചുഗീസുകാർ 1510 മുതൽ 1961 വരെ ഭരിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യ 1947 സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 14 വർഷത്തിന് ശേഷം മാത്രമാണ് ഗോവയും ദമാനും ദിയുവും കൂടാതെ ദാദ്രയും നാഗർ ഹവേലിയും പോലെയുള്ള പ്രദേശങ്ങളും ഒരു യുദ്ധത്തിലൂടെ സ്വതന്ത്ര രാജ്യമാകുന്നത്. ഗോവയിലെ പോർച്ചുഗീസ് ഭരണത്തിനെതിരെയുള്ള 20-ാം നൂറ്റാണ്ടിലെ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് TB കുൻഹ എന്നയാളായിരുന്നു. TB കുൻഹ ജനിച്ചു വളർന്നത് ഗോവയിലെ ചന്തോർ എന്ന ഗ്രാമത്തിലാണ്. പാരീസിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി പഠനത്തിന് ശേഷം 1926 തിരികെ ഗോവയിലെത്തുന്ന കുൻഹ 1928 ഗോവ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കുകയും 400 വർഷത്തെ വിദേശഭരണം എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകവും ഗോവയിലെ രാഷ്ട്രീയ മാറ്റം എന്ന പേരിൽ ഒരു കൈപ്പുസ്തകവും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഗോവക്കാരെ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ തിരിക്കുക എന്നതായിരുന്നു ഈ പുസ്തകങ്ങളുടെ പ്രധാന ഉദ്ദേശമെന്നത്. 1938 ഒക്ടോബർ 12 TB കുൻഹയും മറ്റ് ഗോവൻ കോൺഗ്രസ് നേതാക്കളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസിനെ കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ബോംബെയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുബന്ധമായി ഗോവ കോൺഗ്രസിന്റെ ഓഫീസ് തുടങ്ങുകയും പിന്നീട് ഗോവ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കുൻഹയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1946 ജൂണിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ നേതാവായ ഡോക്ടർ രാം മനോഹർ ലോഹിയയും തന്റെ അടുത്ത മറ്റൊരു സുഹൃത്തും കൂടി ഗോമന്തക് പ്രജാമണ്ഡൽ എന്ന പാർട്ടി രൂപീകരിക്കുകയും ഗോമന്തക് എന്ന ആഴ്ചപത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജൂലിയാവോ മെനേസസിനെ കാണാൻ ഗോവയിൽ വരികയും തുടർന്ന് ഗോവയിലെ ഗവൺമെന്റിനെതിരെ പ്രവർത്തിക്കാൻ ഗാന്ധിയൻ രീതിയിലുള്ള അഹിംസാ മാർഗങ്ങൾ അവലംബിക്കാൻ ലോഹി അവരെ ഉപദേശിക്കുകയും ചെയ്തു. 1946 ജൂൺ 18 ഗോവയിലെ പനാജിയിൽ പൊതുസ്ഥലത്ത് യോഗം ചേരുന്നതിനെതിരെ നടത്തിയ സമരത്തിൽ കുൻഹയെ പോർച്ചുഗീസുകാർ തടവിലാക്കുകയും ചെയ്തു. തുടർന്ന് ആസാദ് ഗോമന്തക് ദൾ, സംയുക്ത ഗോവൻ മുന്നണി മുതലായ സായുധ സംഘടനകൾ ഗോവയിലെ പോർച്ചുഗീസ് ഭരണത്തെ തളർത്താൻ അക്രമ മാർഗങ്ങൾ ഉപയോഗിച്ചു. ഇത്തരം സായുധ സംഘടനകൾ ഇന്ത്യയിൽ നിന്നും പോലീസിന്റെയും മറ്റ് സഹായത്തോടെ പ്രവർത്തിക്കുകയും ഇന്ത്യൻ ഗവൺമെന്റ് ആവട്ടെ ഇത്തരം സംഘടനകളിലൂടെ ഗോവയുടെ സാമ്പത്തിക രംഗം, റോഡ്, റെയിൽ, ടെലിഫോൺ, ജല, റെയിൽ ഗതാഗതങ്ങൾ എന്നിവ തകർക്കാൻ സഹായിക്കുകയും അവിടെ പോർച്ചുഗീസ് ഭരണത്തിനെതിരെ വികാരമുണ്ടാക്കാനും ശ്രമിച്ചു. തുടർന്ന് 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുകയും ഗോവ അപ്പോഴും പോർച്ചുഗീസ് അധീനതയിൽ തുടരുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ ജവഹർലാൽ നെഹ്റു ഗോവയിലെ പോർച്ചുഗീസുകാരുമായി സമാധാനപരമായ നയതന്ത്ര ചർച്ചകൾക്ക് ക്ഷണിക്കുകയും ഗോവയും അധീനതയിലുള്ള മറ്റു ചില പ്രദേശങ്ങൾ ഇന്ത്യക്ക് വിട്ടുതരണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പോർച്ചുഗീസ് ഗവൺമെന്റ് അപ്പാടെ നിരസിച്ചു എന്നത് മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള തങ്ങളുടെ സ്ഥലങ്ങൾ കോളനികളല്ലെന്നും അത് പോർച്ചുഗലിന്റെ ഭാഗമാണെന്നും അതിന്റെ കൈമാറ്റത്തെപ്പറ്റി യാതൊരു ചർച്ചകളും പാടില്ലെന്നും മാത്രമല്ല, ഗോവ പോർച്ചുഗീസ് ഭരണത്തിൽ വരുന്ന കാലത്ത് ഇന്ത്യ എന്നൊരു രാജ്യമേ ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു പോർച്ചുഗീസിന്റെ വാദങ്ങൾ എന്ന് പറയുന്നത്. തുടർന്ന് 1954 നിരായുധരായ ഇന്ത്യക്കാർ ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കുമിടയിലുള്ള ദാദ്ര, നാഗർ ഹവേലി എന്നീ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും തുടർന്ന് 1955 സെപ്റ്റംബർ 1 ഗോവയിലെ നയതന്ത്ര കാര്യാലയം ഇന്ത്യ അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ പോർച്ചുഗലിലെ അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുകയും
കോടതിയുടെ 1960 ഏപ്രിൽ 12 വിധിയിൽ ദാദ്രയിലെയും നാഗർ ഹവേലിയിലും പോർച്ചുഗീസുകാർക്ക് സമ്പൂർണ്ണ അവകാശമുണ്ടെന്നും അതുപോലെ തങ്ങളുടെ ഭൂപ്രദേശത്ത് കൂടി പോർച്ചുഗീസുകാർ ആയുധവുമായി പോകുന്നത് തടയാൻ ഇന്ത്യക്കും അവകാശവുമുണ്ടെന്നായിരുന്നു അന്തർദേശീയ നീതിന്യായ കോടതി വിധിച്ചത്. അതോടെ ദാദ്രയും നാഗർ ഹവേലിയും പിടിച്ചടക്കാമെന്ന പോർച്ചുഗീസിന്റെ മോഹങ്ങൾ അസ്തമിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ സൈനികമായി ഇടപെടുമെന്ന് ഭയപ്പെട്ട പോർച്ചുഗീസ് പ്രധാനമന്ത്രി ആദ്യം മധ്യസ്ഥതയ്ക്ക് ബ്രിട്ടനോടും ഒടുവിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോട് ഇടപെടാനും ആവശ്യപ്പെട്ടു. എന്നാൽ സായുധ ബലം ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭ പ്രതിനിധി തലവനുമായ കൃഷ്ണ മേനോൻ സംശയത്തിന് ഇട നൽകാതെ പ്രഖ്യാപിച്ചു. ആയുധം കൊണ്ടല്ലാതെ സമാധാനപരമായും ചർച്ചയിലൂടെയും വേണം പ്രശ്നപരിഹാരമെന്ന് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ജോൺ കെന്നത്ത് പല അവസരങ്ങളിലും ഇന്ത്യൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ ഗോവ തുടരുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്നാണ് ഡിസംബർ 10 ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു പ്രസ്താവിച്ചത്. തുടർന്ന് 1961 ഡിസംബർ 18 ഇന്ത്യൻ സൈന്യം ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങളിൽ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ വ്യോമസേനയും നാവികസേനയും കരസേനയും ഒരുമിച്ച് 36 മണിക്കൂറുകളോളം നീണ്ട ആക്രമണം നടത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിന് മുൻപ് പോർച്ചുഗീസ് സേനയ്ക്ക് നൽകിയ നിർദ്ദേശമെന്നത് ഒന്നുകിൽ ശത്രുവിനെ പരാജയപ്പെടുത്താനോ മരിക്കാനോ തയ്യാറാകുക എന്നതാണ്. അതിനാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഔദ്യോഗിക വെടിനിർത്തൽ ഒപ്പുവെച്ചതുമില്ല. എന്നത് മാത്രമല്ല, വലിയ ആയുധങ്ങളില്ലാത്തതിനാൽ തന്നെ പോർച്ചുഗീസ് സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തിന് നേരെയുള്ള ചെറുത്തുനിൽപ്പ് ദുർബലമാകുകയും ചെയ്തു. കൂടാതെ 30,000-ത്തിലധികം സൈനികരുള്ള ഇന്ത്യൻ സേനയ്ക്ക് മുന്നിലേക്ക് ഏകദേശം 3,300 പോർച്ചുഗീസ് സൈനികരെ രംഗത്തിറക്കുന്നത് അസാധ്യമായിരുന്നു. തുടർന്ന് 1961 ഇന്ത്യ ഔപചാരികമായി പോർച്ചുഗലിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും പോർച്ചുഗലിന്റെ കോളനികളുടെ നിയന്ത്രണം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്തു. പിന്നീട് 1974 ഡിസംബർ 31 ഇന്ത്യയും പോർച്ചുഗലും ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരം പോർച്ചുഗൽ ഇന്ത്യക്ക് ഗോവയുടെയും ദാമന്റെയും ദിയുവിന്റെയും ദാദ്രയുടെയും നാഗർ ഹവേലിയുടെയും മുകളിലുള്ള സ്വതന്ത്ര പരമാധികാരം അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഗോവയും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദമാനും ദിയുവും എല്ലാ വർഷവും ഡിസംബർ 19 സ്വതന്ത്ര ദിനമായി ആഘോഷിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ.